ഭർത്താവിന് സുന്നത്താണ് ഹജ്ജിന് പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകാൻ, അവൻ കൂട്ടത്തിൽ പറയേണ്ടതാണ്. ഇസ്തഹബുൽ സൗജി, ഭർത്താവിന് സുന്നത്താകുന്നു അൻ യഹുജ്ജ ബിംറഅതിഹി സൗജതിഹി, ഭാര്യയോടുകൂടെ ഹജ്ജിന് പോവുക. വഇൻ മനഅഹു അഹദുൽ വാലിദൈനി, മാതാപിതാക്കളിൽ ഒരാൾ എതിർത്താൽ പോലും രണ്ടാളും കൂടി എതിർത്താലേ പ്രശ്നമുള്ളൂ. മനസ്സിലായില്ല? ചിലപ്പം എന്ത് പറഞ്ഞു, ഞാൻ അവളെയും കൊണ്ട് ഹജ്ജിന് പോകുന്നത് ബാപ്പാക്ക് ഇഷ്ടാണ്, ഉമ്മാക്ക് ഇഷ്ടല്ല, അത് പരിഗണിക്കണ്ട. വഇൻ മനഅഹു അഹദുൽ വാലിദൈനി, രണ്ടാൾക്കും കൂടി ഇഷ്ടക്കേടുണ്ടെങ്കിൽ പരിഗണിച്ചാൽ മതി. കാരണം സുന്നത്താണ്, അതുകൊണ്ട് വാജിബൊന്നല്ല. ഭാര്യനെ കൊണ്ട് ഹജ്ജിന് പോകൽ വാജിബല്ല, എന്താണ്? സുന്നത്താണ്. സുന്നത്തായതുകൊണ്ട് രണ്ടാളും കൂടി ആവുമ്പോ പരിഗണിക്കണം. എന്നാൽ വഇൻ മനഅഹു അഹദുൽ വാലിദൈൻ, എന്റെ ഒരു വാക്കാണ് അവിടെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്റെ ഒരു ദീനാണ് എന്റെ മനുഷ്യന്മാര്, ഇതിലെന്താ പറയാത്തത്? എന്താണ് എന്റെ സുബ്ഹാനെ, എന്താ ഈ ദീൻ? ഇതിൽ പറയാത്ത വിഷയം എന്താ? വഇൻ മനഅഹു അഹദുൽ വാലിദൈൻ, പെണ്ണുങ്ങളെയും കൊണ്ട് ഹജ്ജിന് പോകുന്നത് ബാപ്പാക്കോ അമ്മാക്കോ രണ്ടിൽ ഒരാൾക്ക് എതിർപ്പാണെങ്കിൽ പോലും പരിഗണിക്കണ്ട, കൊണ്ടുപോകണം. രണ്ടാളും കൂടി എതിർക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. അതിപ്പോ എതിർപ്പിന് പരമാവധി അത്രയും എതിർപ്പൊക്കെ ഉണ്ടാവുമ്പോ പരമാവധി അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരാത്ത, മക്കൾക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാത്ത ഒരു എതിർപ്പൊന്നും ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവില്ല. എന്തുണ്ടാവണത്? എന്ത് അമ്മ വലിയ ചൂടിലിരിക്കുകയാണെങ്കിലും, എന്ത് ചൂടിലിരിക്കുകയാണെങ്കിലും ഉമ്മാക്ക് കൊടുക്കാനുള്ള ഒരു തുണിയോ ഒരു കുപ്പായം കൊണ്ടാകണം അന്ന് അങ്ങാടിയിൽ നിന്ന് പോണത്. അതോടുകൂടെ ഉമ്മാന്റെ പ്രശ്നങ്ങൾ എന്താവും? നല്ല സാധുക്കളാണ് അവരൊക്കെ, വളരെ സാധുക്കളല്ലേ. ഉമ്മ വാപ്പാന്നൊക്കെ പറഞ്ഞാല് അവരൊക്കെ നല്ല മനുഷ്യരാ. അല്ലാഹു തആല നമ്മളെ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ പുറത്തു കൊടുക്കട്ടെ. അവരൊക്കെ നല്ല മനുഷ്യരല്ലേ. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, അവരുടെ വാരിയലിന്റെയും മുടുകലിന്റെയും ഇടയിലല്ലേ നമ്മൾ ഉണ്ടായത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഭർത്താവിന്റെ സുന്നത്താണ് അൻ യഹുജ്ജ ബിംറഅതിഹി, ഭാര്യയും കൊണ്ട് ഹജ്ജിന് പോകുക. വഇൻ മനഅഹു അഹദുൽ വാലിദൈനി, മാതാപിതാക്കളിൽ ഒരാൾ എതിർത്താൽ പോലും അവരെ എതിർത്തിനെ പരമാവധി അവസാനിപ്പിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക. ഇനി എതിർത്താൽ പോലും അത് വിഷയമാവില്ല, പോകണം എന്നർത്ഥം. ഖാല റജുലുൻ, ഒരാൾ ഹബീബായ നബിയോട്, സ്വഹീഹുൽ ബുഖാരി, ഒരാൾ ഹബീബായ നബിയോട് പറഞ്ഞു, ഇന്ന യുദ്ധത്തിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്റെ പേരുണ്ട്, എന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഹബീബായ നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി, എന്നാൽ വഖറജത് ഇംറഅതി ഹജ്ജ, എന്റെ പെണ്ണ് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നബിയെ. എന്നെ ഇന്നാലിന്ന യുദ്ധത്തിൽ എന്റെ പേരുണ്ട്, യുദ്ധത്തിന് പോകേണ്ട പേരിൽ എന്റെ കൂട്ടത്തിൽ പേരുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഭാര്യയ്ക്ക് ഹജ്ജിന് പോകാനും താല്പര്യമുണ്ട്, എന്താ വേണ്ടത്? ഫഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ഇദ്ഹബ്, ഹജ്ജിന് പോക, ഫഹജ്ജുജ് ബിഹാ, അവളോടുകൂടെ ഹജ്ജ് ചെയ്യ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന്. യുദ്ധത്തിന് വേണ്ടി വരേണ്ട ഒരാളെ പോലും ഭാര്യയെ കൂടെ ഹജ്ജിന് പോകാൻ വേണ്ടി റസൂലുള്ളാഹി യുദ്ധക്കളത്തിൽ നിന്ന്, യുദ്ധത്തിന് പോകേണ്ട സൈന്യത്തിൽ നിന്ന് മടക്കിയച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഭാര്യ ഭർത്താവും രണ്ടാളും ഒപ്പം ഹജ്ജിന് പോകാന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഇടയിൽ ഒരു പരമാവധി കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്, പരമാവധി കഴിയുമെങ്കിൽ. ഇന്നൊരു രീതിന്റെ ഭർത്താവ് ഒറ്റക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യയെ ഒറ്റ പറഞ്ഞേക്കും. അതൊന്നും ഒരു നല്ല രീതിയല്ല. കഴിയില്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ? ഉണ്ട്. പരമാവധി കഴിയും, മോശം നല്ല പറഞ്ഞു, എങ്കിലും പരമാവധി അങ്ങനെയാണ്. ആ സഫറിൽ അവളുടെ തഅബൊക്കെ നമ്മളാണ് ഏറ്റെടുക്കുക. അതന്നെ വലിയൊരു കഫാറത്തായിരിക്കും. കാരണം നമ്മൾക്ക് വേണ്ടി ഈ ജീവിതം മുഴുവൻ തന്ന ഒരു പെണ്ണല്ലേ. ആ പെണ്ണിന്റെ എല്ലാ കാര്യവും, ഹജ്ജിലെ തഅബ്, ബുദ്ധിമുട്ട് നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കുക. അതെല്ലാവരും പ്രധാനമായി ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നില്ല.